ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റിലൊക്കെ നമുക്ക് ഫുട് നോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുട് നോട്ട് നമുക്കറിയാം, നമ്മുടെ സാധാരണ പബ്ലിക്കേഷനിലൊക്കെ നിങ്ങൾ കാണാറുള്ളതാണ്. ഒരു ഇൻഫർമേഷനെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫുട് നോട്ട്. അപ്പോൾ സാധാരണ പബ്ലിക്കേഷനിലൊക്കെ സ്റ്റാറൊക്കെ ഇട്ടിട്ട് ആ സ്റ്റാർ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ആ ഡോക്യുമെൻറ്റിൻ്റെ അടിയിൽ തന്നെ ചിലപ്പം വിവരങ്ങൾ തരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളും ഫുട് നോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഫുട് നോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് ഫുട് നോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഫ്യൂച്ചർ സിമ്പിൾ എന്നുള്ള ഈ ഒരു ഹെഡിങ്ങിന് ഫുട് നോട്ട് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ റെഫറൻസ് ടാബിലാണ് പോകേണ്ടത്. അപ്പോൾ റെഫറൻസ് ടാബിലേക്ക് നമുക്ക് പോകാം. ഇനി എവിടെയാണുള്ളത്? ഈ റെഫറൻസ് ടാബിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷനുണ്ട് ഫുട് നോട്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഫുട് നോട്ടിനകത്തെ നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഇൻസേർട്ട് ഫുട് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ സിമ്പിളിന് നമ്മളൊരു ഫുട് നോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ നമ്മുടെ പേജിൻ്റെ താഴെ എന്താണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാൻ പോവാണ്. ഞാൻ എഴുതാൻ പോണത് ഓക്കെ, ഇതാണ് എനിക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ. അപ്പോൾ സ്റ്റാർട്ടിട്ട് ഞാൻ പറയുകയാണ്, ഫോർ ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ടെൻസസ് പ്ലീസ് വിസിറ്റ് www.plotted.org. അപ്പോൾ ഇവിടെ ഒരു സംഭവം വന്നു കണ്ടോ, 1 എന്ന് ചെറുതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ 1ൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മൗസ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ തന്നെ കാണാനും പറ്റും. ഓക്കെ, ഇതാണ് ഒരു വിധം. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് പോകാം. രണ്ടാമത്തെ പേജിൽ ഞാൻ ഇതേ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വിൽ യു കം ബാക്ക് ഇൻ 10 minutes എന്നുള്ള ഇവിടെ വീണ്ടും ഒരു ഇൻസേർട്ട് ഫുട് നോട്ട് കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ, നമ്പർ 2 ആണ് വന്നത്. ഇവിടെയും കണ്ടോ നമ്പർ 2 വന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാണോ വേണ്ടത് ആ ഇൻഫർമേഷൻ നിങ്ങൾ എന്താണോ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുട് നോട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഫുട് നോട്ട് പോലെ തന്നെ ഫുട് നോട്ടിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു സംഗതിയാണ് എൻഡ് നോട്ട് എന്ന് പറയും. അപ്പോൾ എൻഡ് നോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പബ്ലിക്കേഷൻ്റെ അവസാനത്തെ പേജിൽ, ഓർക്കുക, ഒരു പബ്ലിക്കേഷൻ്റെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫുട് നോട്ട് ആഡ് ചെയ്തപ്പോൾ കണ്ടോ ആ പേജിൻ്റെ അടിയിൽ തന്നെയാണ് വന്നത്. പക്ഷേ എൻഡ് നോട്ട് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു പേജിൻ്റെ അവസാനം കൊടുക്കുന്ന ചില ഇൻഫർമേഷനാണ്. ഇപ്പോൾ നിങ്ങളൊരു ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ ആ ഡോക്യുമെൻറ്റിനകത്ത് ഉപയോഗിച്ചേക്കുന്ന വിവരങ്ങളുടെ കടപ്പാട് നിങ്ങൾക്കൊരു പക്ഷേ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് യൂഷ്വലി എൻഡ് നോട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. എൻഡ് നോട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ കുറേ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ ഇപ്പോൾ നെഗറ്റീവ് എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിളിൻ്റെ ഇവിടെ എനിക്കൊരു എൻഡ് നോട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഇതൊരു റോങ് എക്സാമ്പിളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ജെനുവിൻ റീസണ് നിങ്ങൾക്ക് എൻഡ് നോട്ട് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എവിടെയാണോ എൻഡ് നോട്ട് കൊടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസേർട്ട് എൻഡ് നോട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഏറ്റവും അവസാനം, നമ്മൾ പറഞ്ഞ പോലെ പേജിൻ്റെ ഏറ്റവും അവസാനം ഇത് കണ്ടോ ഒരു റോമൻ ക്യാരക്ടർ ഇട്ടിട്ട് അവിടെ നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, ഇപ്പം നമുക്ക് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെയൊക്കെ നമുക്ക് ലേബൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫുട് നോട്ട് ആഡ് ചെയ്യുന്നതും എൻഡ് നോട്ട് ആഡ് ചെയ്യുന്നതും രീതി. ഇനി ഈ ഫുട് നോട്ടിനെയും എൻഡ് നോട്ടിനെയും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുട് നോട്ട് റോമൻ ക്യാരക്ടർ മാറ്റിയിട്ട് എനിക്കിപ്പോൾ സ്റ്റാറോ ഹൈഫനോ അങ്ങനെയുള്ള സിമ്പിൾസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കണ്ടോ അത് സ്റ്റാറായി മാറി. അപ്പം ഇതുപോലെ ക്യാരക്ടറോ അല്ലെങ്കിൽ നമ്പറോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻഡ് നോട്ടും ഫുട് നോട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.